ആരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും വന്നാ പറയണേ. സാധനം താഴേക്ക് ഇടട്ടെ. ദാഹിക്കുന്നുണ്ടോ? ഒരിളനീര് വേണോ? എന്താണ് മിണ്ടാത്തത്? നിന്നോടാ. മതി മതി, ഇറങ്ങി വാ. എന്നിട്ടും മുതു കാണിച്ചോട്. കൊലയായിട്ട് അറുത്തിട്ട് തരും. പോരെ സാർ? ഇതിലേ മൂത്തത് കുറവാ. നീ അല്ലേ പറഞ്ഞ 200 എണ്ണം ഇടാൻ പറ്റില്ലെന്ന്. നിനക്ക് കരിക്ക് വേണ്ടാന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇടാഞ്ഞത്. നമ്മുടെ അമ്പലത്തിൽ ഉത്സവമാണല്ലോ. അപ്പൊ കമ്മിറ്റിക്കാര് പറഞ്ഞ് ഈ ലോകത്തുള്ള എല്ലാ പറമ്പിലും തെങ്ങ കയറി പൂക്കലെല്ലാം കൊണ്ടുവന്ന് കളക്ട് ചെയ്തിട്ട് അമ്പലത്തില് തെങ്ങിന്റെ മോളാണോടാ കമ്മിറ്റി? ഈ പഞ്ചാബകേശനെ വിട്ടിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ. ആരെ വിട്ടിയാക്കുന്ന? ഈ സബ് ഇൻസ്പെക്ടർ പഞ്ചാബകേശനെ. പഞ്ചപാവൻ സാറേ, ഞങ്ങൾ അതിനേക്കാൾ പാവങ്ങളാ. വിശന്നിട്ടാ. വിശക്കുമ്പോ നീയൊക്കെ തേങ്ങയാണോ തിന്നുന്നത്? കൂടുതൽ വെച്ചെന്നാ മടലും കൊതുമ്പൊക്കെ തിന്നും. അതിനൊരു ചൊല്ലുണ്ടല്ലോ സാറ്, പയ്യത്തുന്ന തേങ്ങ തിന്നാം. അപ്പൊ നിങ്ങൾ കൊണ്ടുപോയി തിന്നെ. പയ്യെ തിന്നണം. അങ്ങനെ ഇപ്പൊ ആരാന്റെ തേങ്ങ പയ്യെ തിന്നണ്ട. വണ്ടിയിലോട്ട് കേറ്. നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് പയ്യെ തീറ്റി തരാം പൊന്നു മക്കളെ. പയ്യെ തിന്നാം. സാറും കൂടെ സഹായിക്കണം. എന്താ നീ പറഞ്ഞത്? കൈവേദനിക്കുന്നെന്ന്. നമ്മളൊരു ചെറിയ നാടകം കളിക്കാൻ പോവാ. കളിക്കുമ്പോ എന്തായാലും നല്ല നാടകം കളിക്കണം. എന്നമ്പിള്ള സാറിന്റെ കാബലിയായാലോ? ഇത് ആ ടൈപ്പ് നാടകമല്ല. പിന്നെ അവൾ ആരാണെന്ന് അറിയാനുള്ള ഒരു ചെറിയ നാടകം. പിടിക്കേ. ഇതെന്താ? ഇതൊക്കെ ശിവശങ്കരൻ അമ്മാവൻ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളാണെന്ന് നമ്മൾ അവളോട് പറയുന്നു. അതിന് അമ്മാവൻ പുകവലിക്കില്ലായിരുന്നല്ലോ. അതെ, പുകവലിക്കില്ലായിരുന്നു. നടക്കാൻ ഊന്നുവടിയുടെ ആവശ്യമില്ലായിരുന്നു. അവിടെയാണ് നമ്മുടെ കളി. നമ്മൾ ഈ പറയുന്ന കള്ളങ്ങളെല്ലാം അവൾ എതിർക്കുന്നില്ല എങ്കിൽ അവൾ അമ്മാവന്റെ മകളല്ല. എതിർത്താൽ അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം നമ്മൾ തുടങ്ങുന്നു. ഒരു ഷെർലക് ഹോംസ് ലൈൻ. അതാരുടെ? നമ്മുടെ ഇവിടുത്തെ മിൽമ ബൂത്തിന്റെ ഉടമസ്ഥൻ. മിൽമ വല്യേട്ടൻ അവളുടെ മുറിയുടെ മുന്നിൽ ചെന്ന് അടഞ്ഞു കിടക്കുന്ന വാതിലൊന്ന് പതുക്കെ മുട്ടണം. വാതിൽ തുറന്നു കിടക്കുകയാണെങ്കിൽ അടച്ചിട്ടിട്ട് മുട്ടണോ? എങ്ങനെയെങ്കിലും അവളുടെ മുറിക്കകത്ത് കയറിയാ മതി. നിന്നെ എങ്ങോട്ട് പോവാ? മുറിക്കകത്ത് എന്തിന്? അത് നീ പറഞ്ഞില്ല. അത് ചോദിക്കണ്ടേ? ചോദിച്ചു. ഈ ഡയലോഗ് മുഴുവൻ അവളുടെ അടുത്ത് സെന്റിമെന്റൽ ആയിട്ട് കാച്ചണം. ഇത് മുഴുവൻ കാണാതെ പറയാൻ പറ്റില്ല. ഞാൻ പ്രോംപ്റ്റ് ചെയ്ത് തരാം. മുറിക്കകത്ത് കടന്നാലുടൻ ഒരു പൊട്ടിക്കരച്ച്. അവള് കരഞ്ഞില്ലെങ്കിലോ? അവളല്ല, വല്യേട്ടൻ. എങ്ങനെ കരയും? ഇതാണോ പൊട്ടിക്കരച്ചിൽ? അല്ലേ? ഒന്ന് കൂട്ടിയേ. എന്താ അമ്മാവനോ? അതെ, ശിവശങ്കരൻ അമ്മാവൻ. ഞാൻ മരിച്ചത് പിന്നെ എന്തോന്ന്? അല്ല, അമ്മാവൻ മരിച്ചത് പിന്നെ ഈ ജംഗമങ്ങളൊക്കെ കാണുമ്പോ അമ്മാവന് ഓർമ്മ വരും. ഈ ഊന്നുവടി ഈ കുടുംബത്തിന്റെ ചുമട് താങ്ങിയായിരുന്നു. അദ്ദേഹത്തിനൊരു താങ്ങുവടിയായിരുന്നു. ഈ പൈപ്പ് അദ്ദേഹത്തിന് PVC പൈപ്പിനേക്കാൾ പ്രിയങ്കരമായിരുന്നു. ഫാക്ടറി കുഴലുകളിൽ നിന്നും വരുന്നതിനേക്കാൾ പുക ഈ പൈപ്പിലൂടെ അദ്ദേഹം വരുത്തിയിരുന്നു. വല്ലതും കേൾക്കുന്നുണ്ടോ? അദ്ദേഹം ആസ്വദിച്ച് പൈപ്പ് വലിക്കുന്ന കാണുമ്പോ കൊച്ചു കുട്ടികൾ നൂറുന്ന ഓർമ്മ വരും. അയ്യോ, ജീവിതം നശ്വരമാണ് കുട്ടി. സത്യത്തിന്റെ മുഖം ഇത്ര ക്രൂരമാണെന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. ഈ പൈപ്പില്ലാതെ അമ്മാവൻ അവിടെ എങ്ങനെ എന്തോന്ന് വലിച്ചോണ്ടിരിക്കും. ഈ ഊന്നുവടി ഇല്ലാതെ അവിടെ എങ്ങനെ തെണ്ടി തിരിഞ്ഞ് നടക്കും. അമ്മാവാ, എന്റെ അമ്മാവാ, അമ്മാവാ. കണ്ടിന്യൂ. ഇപ്പൊ ഞങ്ങൾക്ക് ആകെയുള്ള ആശ്വാസം അമ്മാവന്റെ മകൾ ഇവിടെ ഉണ്ടെന്നുള്ളതാ. കോണിയെടുക്കല്ലേ ചന്തു? ഇവിടെ പറഞ്ഞതാ. കൊളവാക്കല്ലേ വല്യ. അയ്യോ, വല്യേട്ടാ. നിന്റെ ഐഡിയ നീ കാരണം കുളമായി. അതുകൊണ്ട് തൽക്കാലം ഞാൻ പറയുന്ന ഇതാ മതി. പക്ഷെ ചേട്ടാ, ഇത് ഇത്തിരി കടുത്തു പോയില്ലേ? പേടിയുള്ളവർക്ക് ഇപ്പോഴേ മാറി നിൽക്കാം. വലിഞ്ഞേറി ഇതും കൂടെ ചളവായാലത്തെ അവസ്ഥ അറിയാമല്ലോ. എന്താടാ? ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പേടിയില്ല. ഒരൊറ്റ സംശയമുള്ളൂ,
ഈ സംഗതി നടത്തേണ്ടത് രാത്രിയാണോ പകലാണോ? അതൊക്കെ അവളുടെ നീക്കങ്ങൾ അറിഞ്ഞിട്ട് തീരുമാനിക്കാം. രാജീവ, നിനക്ക് പേടിയുണ്ടോ? ഏയ്, പേടിയൊന്നുമില്ല. കയ്യബദ്ധം വല്ലതും പറ്റിപ്പോയാ പിന്നെ ഒരു പിന്നെയും വേണ്ട. എല്ലാം പറഞ്ഞ പോലെ ജയലക്ഷ്മി മാത്രമായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇത് വിജയിച്ചാൽ അവളെ വെട്ടി നുറുക്കി പീസ് പീസാക്കി പ്ലാസ്റ്റിക് കവറിൽ പേച്ചിപ്പാറ ഡാമിലെറി ഞാൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചടാ. കഴിച്ചിട്ട് വയ്യ. സാരമില്ല, പനി മാറാനല്ലേ. ഈ അമ്മായിക്ക് അച്ഛന്റെ അതേ സ്വഭാവമാ. അതെന്താ? അച്ഛനും ഇങ്ങനെ. എനിക്ക് പനി വന്ന പിന്നെ അച്ഛന് യാതൊരു ദയയില്ല. തല്ലിട്ടാണെങ്കിലും മരുന്ന് കഴിപ്പിച്ചിട്ടേ ഉള്ളൂ ബാക്കി കാര്യം. അത് അച്ഛന് മോളോടുള്ള സ്നേഹക്കൂടുതലുണ്ടല്ലേ. സ്നേഹമുള്ള അച്ഛന്റെ ഒരാഗ്രഹത്തിനും മോളെതിര് നിൽക്കരുത്. മനസ്സിലായി? അച്ഛനോടുള്ള സ്നേഹക്കൂടുതലും ഉണ്ടാ ഞാനും ഈ വാശി കാണിക്കണേ. എന്തിനാ അത്? ഞങ്ങൾ ആരും നിന്നോടോ നിന്റെ അച്ഛനോടോ ഒന്നും എതിരല്ല. ഒന്നുമില്ലേലും ഞങ്ങളുടെ ഏട്ടനായിട്ടല്ലേ അദ്ദേഹം നിന്റെ അച്ഛനായത്. അപ്പോ ഏട്ടന്റെ ആഗ്രഹം നടത്തണമെന്നുള്ളത് നിന്നേക്കാൾ കൂടുതൽ ഞങ്ങളുടെ കൂടി കടമയല്ലേ. ആ ആഗ്രഹം ഏറ്റവും കൂടുതലുള്ളത് എനിക്കാ. എന്തുകൊണ്ട് നിങ്ങളാരും ഇതുവരെ അത് മനസ്സിലാക്കിയില്ല? ഏട്ടൻ മരിച്ചതിന്റെ 41 കഴിയുമ്പോ ഉത്സവം നടത്താൻ എല്ലാവരോടും പറഞ്ഞോട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാൻ വിളക്കെടുക്കാനും തയ്യാറാ. എങ്ങോട്ട് പോണു? അങ്ങോട്ട് മേലെ കയറണ്ടേ? ഉത്സവം വേണോ വേണ്ടയോ എന്നുള്ള കാര്യം തന്നെ നിന്റെ ഒരൊറ്റ തീരുമാനത്തിലായിരിക്കണത്. വിളക്കെടുക്കാനുള്ള അവകാശം കൈമാറാൻ നിനക്ക് സമ്മതാണോ? യഥാർത്ഥ അവകാശം ഏട്ടന്റെ മോൾക്കെന്ന നിലയ്ക്ക് ഇവൾക്ക് തന്നെ. നീയും ഉണ്ടാതിരിക്കണി. ഇവിടെ ഇപ്പൊ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവേണ്ട കാര്യമില്ല. വിളക്ക് ആരെടുക്കണമെന്നുള്ളതല്ല, ഉത്സവം ഭംഗിയായി നടക്കണം. വിളക്കെടുക്കണമെന്ന് ലക്ഷ്മിക്ക് നിർബന്ധമാണെന്ന് വെച്ചാൽ ആ നിർബന്ധം വെച്ച് അവളവിടെ ഇരിക്കും. ഇവരുടെ അച്ഛനല്ലേ നിങ്ങള്? ആ ഒരു സ്നേഹങ്ങളിൽ കാണിക്കും മനുഷ്യ. ഉത്സവം നടക്കണമെന്ന് കരുതി പ്രശ്നത്തിൽ തെളിഞ്ഞ കാര്യങ്ങൾ തെറ്റിക്കുന്ന ശരിയാണോ? ഇനി അഥവാ തെറ്റിച്ചാലും എന്റെ മോ രാമകൃഷ്ണൻ ഉണ്ട് ഇവിടെ. അല്ലാതെ എങ്ങാണ്ടൊക്കെ ഇടുന്ന വായി നോക്കി പെണ്ണ് വിളക്കെടുക്കാന്ന് അമ്മ ദയവ് ഇത് സംസാരിക്കാണ്ടിരിക്കാവോ? രാജീവ, അവകാശം കൈമാറാൻ നിനക്ക് സമ്മതമല്ലല്ലോ, ആണോ? എനിക്ക് സമ്മതമാണ്. ആരാ പതിവില്ലാതെ? ഹലോ, ഞാൻ മമത. ഇവിടുത്തെ മരിച്ചുപോയ ശിവശങ്കര മേനോന്റെ ഏക മകൾ മമത മേനോൻ.